തോമസ് ആൽവ എഡിസൺ പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, 1% ഇൻസ്പിറേഷനും 99% പെർസ്പിറേഷൻ എന്ന് പറയാറുണ്ട്. അതാണ് വിജയത്തിന്റെ രഹസ്യമെന്ന്. അപ്പോൾ ഈ 1% ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇന്നേറ്റ് ഫ്ലെയർ എന്ന് പറയുന്ന സംഗതി. ഇതിനെ നർച്ചർ ചെയ്യുന്നതിൻ്റെ ഒരു ആർട്ടാണ് ഈ 99% അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക, ഇറക്കുക എന്നുള്ള ആ ഒരു വശമാണ് ആൾക്ക് ഇതുവരെ മനസ്സിലാവാതെ പോയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാൾ അയാളുടെ പിന്നെ ഈ കവിതയോടുള്ള അഭിരുചി അല്ലെങ്കിൽ ആ ഒരു പ്രതിഭ എങ്ങനെ രാഗി മിനുക്കിയെടുക്കാം, അതുപോലെ തന്നെ ഇപ്പോൾ കഥാരചനയാണെങ്കിലും അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വഴികൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും? തീർച്ചയായും അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടാവണം. അതാണ് 1%. അത് വേണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനെ വളർത്തിയെടുക്കുക എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ഈ സർഗാത്മകത എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിനെക്കുറിച്ച് മാർക്സിം ഗോർക്കി പറഞ്ഞിട്ടുണ്ട്. അധ്വാനം തന്നെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളതിൽ അധ്വാനിക്കണം. ഇപ്പോൾ കവിത എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കവിതയിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ ധാരാളം കവിതകൾ വായിക്കണം, ആ കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങൾ വായിക്കണം, വിമർശനങ്ങൾ വായിക്കണം. അങ്ങനെ വായിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്ക് നമ്മുടേതായൊരു വഴി കണ്ടെത്താൻ പറ്റുക. എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കഠിനാധ്വാനത്തിൻ്റെ കാര്യം പലർക്കും അറിയാത്തൊരു സംഗതിയാണ്. ഇത് സംബന്ധമായിട്ട് ഈ അടുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഈ ലാസ്ലോ പോൾഗാർ എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ചർ, അദ്ദേഹം ഒരു ചെസ് മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. എന്താ തീരുമാനം എന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കണം ഈ ജീനിയസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല, അത് ബോണല്ല, അത് ജന്മന ഉണ്ടാവുന്നതല്ല, മറിച്ച് എഡ്യൂക്കേഷനിലൂടെയും അതുപോലെ ട്രെയിനിങ്ങിലൂടെയും ഒരാൾ ജീനിയസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. പ്രൊവൈഡഡ് അവിടെ എപ്പോഴും ആ ഒരു 1% ഇന്നേറ്റീവ് ഫ്ലെയർ വേണം, അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്തു, ലോകത്തിന് ഇത് തെളിയിക്കണം, ലോകത്തിന് മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് 3 പെൺകുട്ടികളുണ്ട്. ഒരാളുടെ പേര് സൂസൻ, ഒരാൾ സോഫിയ, ഒരാൾ ജൂഡിറ്റ്. ഈ 3 പെൺകുട്ടികളെയും സ്കൂളിൽ പറഞ്ഞയക്കാതെ ഈ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് ഈ കുട്ടികളെ ലോകമെങ്ങും അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ചെസ് കളിക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന ട്രെയിനിങ് എഡ്യൂക്കേഷൻ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ഈ 3 കുട്ടികളും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന അത്ര ദീർഘകാലം ഗ്രാൻഡ് മാസ്റ്ററായിട്ടും പിന്നെ വേൾഡ് ചാമ്പ്യനായിട്ടും നിലനിന്നുള്ളതാണ്. 3 പെൺകുട്ടികൾ ലോകത്ത് ആർക്കും തന്നെ അവർ കീഴടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് കാലം അവർ നിലനിന്നിട്ടുണ്ട്. ഇത് അവർ തെളിയിച്ചു. അതേസമയം പൊതുവിദ്യാഭ്യാസം ഒന്നും അവർക്ക് കൊടുത്തില്ല എന്നതിന് അർത്ഥമല്ല, അവർ വീട്ടിൽ തന്നെ ആവശ്യമായിരുന്നു ഒരു ആവറേജ് ലെവലിൽ. പക്ഷെ 10,000 hours അവർ 15 വയസ്സാകുന്നതിന് മുമ്പേ അത്രയും ഒരു ദീർഘമായ സമയം ചെസ്സിന്റെ നാനാവശങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്ലോ പോൾഗാറിന്റെ ആ ഒരു കുട്ടികളിലൂടെ അവർ തെളിയിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇറ്റ് പ്രതിഭ ഉണ്ടെങ്കിൽ അതിനെ ഊതിക്കാച്ചി എടുത്തു കഴിഞ്ഞാൽ ഒരു വൻ പ്രതിഭയായിട്ട് മാറാൻ പറ്റും എന്നുള്ളൊരു സംഗതിയാണ്. തീർച്ചയായും ശരിയാണ്. അത് ഏതൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് പ്രതിഭാശാലികൾ ഇല്ലാത്തതുകൊണ്ടല്ല ചിലർ ഉയർന്നു വരുന്നത്, പ്രതിഭ ഉള്ള ആളുകൾ ഉറങ്ങുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നു, മറ്റേ പ്രവർത്തിക്കുന്നത്. ഈ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാ സ്ഥലത്തും അത്യാവശ്യമാണ്.